സമുദ്രത്തിലെ ഒരൊറ്റ ശ്വാസം നിലച്ചാൽ ലോകത്തിലെ മുഴുവൻ ഹൃദയമിടിപ്പ് നിലയ്ക്കുമോ? ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ആ ഉത്തരം അതെ എന്നാണ്. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ ഇടുങ്ങിയ ജലപാതയിലേക്കാണ്. എന്നാൽ അവിടെ ഇന്ന് ഉയരുന്നത് വെറും എണ്ണക്കപ്പലുകളുടെ ഇരമ്പലല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി കടൽ ഭൂപടങ്ങൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം വരച്ചിരുന്ന അമേരിക്കൻ മേധാവിത്വത്തിന് നേരെയുള്ള പ്രതിരോധത്തിന്റെ ഗർജനമാണ്. ഇറാനും ചൈനയും ചേർന്ന് തീർത്ത പുതിയ നയതന്ത്ര സമവാക്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. ഇത് വെറും ഒരു ജലപാതയ്ക്കായുള്ള തർക്കമല്ല, മറിച്ച് വൻ ശക്തികളുടെ ഈഗോയും ഒരു രാജ്യത്തിന്റെ അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസിലേക്കുള്ള സമുദ്ര ഗതാഗതം തടയും എന്ന അമേരിക്കൻ പ്രഖ്യാപനം മേഖലയെ ഒരു യുദ്ധ ഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി സുരക്ഷാ നടപടികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇതിന്റെ പിന്നിലെ ലക്ഷ്യം ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുക എന്നതാണ്. ഒരു രാജ്യത്തിന്റെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം തടയുന്നതും വ്യാപാരശേഷി ഇല്ലാതാക്കുന്നതും നയതന്ത്രമല്ല, മറിച്ച് നഗ്നമായ ശക്തി പ്രകടനമാണ്. എന്നാൽ ഏപ്രിൽ 14 ചൈന നടത്തിയ പ്രഖ്യാപനം അമേരിക്കയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനി പഴയതുപോലെ എളുപ്പമാകില്ല എന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസിന് വലിയ തിരിച്ചടിയാവുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ വലിയൊരു വിഹിതം എണ്ണയും വാതകവും കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അനിശ്ചിതത്വം പോലും ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാൻ കാരണമാകും. ചരക്കു ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതോടെ വിതരണ ശൃംഖലകൾ തകരുകയും വികസ്വര രാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ സൈനിക നീക്കം ഇറാനെതിരെ മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ മരണ വാറണ്ട് ഒപ്പിടുന്നതിന് തുല്യമാണ്. ഭീകരമായ വിമാനവാഹിനി കപ്പലുകളും അത്യാധുനിക ഡ്രോണുകളുമായി അമേരിക്ക നിലയുറപ്പിക്കുമ്പോൾ ഇറാൻ പയറ്റുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമാണ്. ഇത് പാശ്ചാത്യ മാതൃകയിലുള്ള വെറും ശക്തി പ്രകടനമല്ല, മറിച്ച് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ എതിരാളികളെ എങ്ങനെ നേരിടാമെന്നതിന്റെ പാഠമാണ്. അതിവേഗ ബോട്ടുകൾ, തീരം മിസൈൽ സംവിധാനങ്ങൾ, നാവിക കമാൻഡോകൾ എന്നിവ ഉപയോഗിച്ച് ഹോർമുസിനെ അവർ ഒരു അദൃശ്യ പ്രതിരോധ വലയമാക്കി മാറ്റിയിരിക്കുന്നുണ്ട്. ഇടുങ്ങിയ ഈ ജലപാതയിൽ വമ്പൻ കപ്പലുകൾക്ക് ലഭിക്കുന്ന മുൻതൂക്കം ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ അറിവിലൂടെ മറികടക്കുന്നുമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് ചൈനയുടെ പിന്തുണയാണ്. ഇറാനിയൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായ ചൈനയ്ക്ക് തങ്ങളുടെ വ്യാപാര പാതകൾ തടസ്സപ്പെടുന്നത് കണ്ടു നിൽക്കാനാവില്ല. അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയും ഇറാനും കൈകോർക്കുന്നത് പുതിയ ലോകക്രമത്തിന്റെ പിറവിയാണ് സൂചിപ്പിക്കുന്നത്. അധികാരം കപ്പലുകളുടെ വലിപ്പത്തിലല്ല, മറിച്ച് പിന്മാറാത്ത പോരാട്ട വീര്യത്തിലാണെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളോളം ഉപരോധങ്ങൾ നേരിട്ടിട്ടും തങ്ങളുടെ ദേശീയ അഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇറാന്റെ നിലപാട് ലോകത്തിലെ മറ്റു പല ചെറിയ രാജ്യങ്ങൾക്കും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി വെറും ഒരു സമുദ്ര വാർത്തയല്ല, അത് ആധിപത്യ രാഷ്ട്രീയം നേരിടുന്ന പ്രതിരോധത്തിന്റെ വലിയ കഥയാണ്. അമേരിക്ക സമുദ്രപാതകളെ സമ്മർദ്ദത്തിന്റെ ഉപാധിയായി കാണുമ്പോൾ ഇറാൻ അവയെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും അതിർത്തിയായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ ലോകം കാണുന്നത് വെറും കപ്പലുകളെയല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത ലോക ദർശനങ്ങളെയാണ്. ഹോർമുസിൽ ഉയരുന്ന ഓരോ തിരമാലയും ഇന്ന് വിളിച്ചു പറയുന്നത് ഒരേ ഒരു സത്യമാണ്: ശക്തി എല്ലായ്പ്പോഴും വലിയവരുടെ കൈകളിൽ മാത്രം സുരക്ഷിതമായിരിക്കില്ല. കളി നിയന്ത്രിക്കുന്നവരും നിയമങ്ങളും മാറുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നത് വരും ദിവസങ്ങളിലെ ആഗോള സാമ്പത്തിക ഭദ്രതയെ നിശ്ചയിക്കുന്ന പ്രധാന ഘടകമായി മാറും എന്നത് തീർച്ച.